തൊഴിൽ തട്ടിപ്പിനിരയായി 6 മലയാളികൾ ഒമാനിൽ കുടുങ്ങി. ഇവരടക്കം 18 ഭാരതീയരാണ് കുടുങ്ങിയത്. 9 പേർ തെലങ്കാനയിൽ നിന്നുള്ളവരും 3 പേർ UP സ്വദേശികളുമാണ്. 3 മാസമായി ശമ്പളമില്ലെന്നും 2 ദിവസമായി ഭക്ഷണവും താമസവുമില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇവർ സഹായം അഭ്യർത്ഥിച്ച് ബന്ധപ്പെട്ടു. വെൽഡിംഗ് ജോലിക്കെന്ന് പറഞ്ഞ് എത്തിച്ചവരാണ് കുടുങ്ങിയത്. സന്നദ്ധ പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഇവർ സഹായം അഭ്യർത്ഥിക്കുന്ന ഓഡിയോയും പുറത്തു വന്നു. അതിലേക്ക് സാറേ, ഞങ്ങള് ഒരു 6 പേര് മലയാളികളും ഒരു 9 പേര് തെലുങ്കന്മാരും ഒരു 3 പേര് UP-ക്കാരുമായിട്ട് ഞങ്ങള് ഇവിടെ വന്നിട്ട് മസ്കറ്റിൽ ഒമാനിൽ നമ്മളൊരു കമ്പനി വന്നതാണ്, നസീം ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇപ്പം വന്നിട്ട് 3 മാസമായി. ഓക്കെ, അപ്പം വന്നിട്ട് ഇതുവരെയും നമ്മളോട് പറഞ്ഞ ജോലി അല്ല, നമ്മളോട് ആർക്ക് വെൽഡിങ്ങിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്നത്. ഓക്കെ, വന്നതിന് ശേഷം അവര് നമ്മളെ ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞു ക്ലീനിങ്ങിന് പോകണം, നിങ്ങൾ ടെസ്റ്റ് ഫെയിൽ ആണെന്നും പറഞ്ഞിട്ടൊക്കെ. നമ്മൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഫെയിൽ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലീനിങ്ങിന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവര് നമ്മളെ ആദ്യം കുറെ അവര് സംസാരിച്ചു, പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി. അവസാനം പിന്നെ അവര് നമുക്ക് ഇവിടെ ഇതിന്റെ ജോലി ഇല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ജോലി തുടങ്ങുമ്പോഴേ നമ്മൾ സാലറി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. 3 മാസമായിട്ട് നമുക്ക് ശമ്പളം തന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവരോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകും, നമ്മൾ ലേബർ കോർട്ട് എംബസിയിൽ ലേബർ കോർട്ടിലെ കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞപ്പം അവർ അന്നേരം നമ്മളത് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇത് ഞങ്ങളുടെ ഇവിടെ അങ്ങനെ നിങ്ങളൊരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾക്കാണ് ഇവരുമായിട്ട് നിൽക്കത്തുള്ളൂ എന്നൊക്കെ അവർ നമ്മളെ പറഞ്ഞ് തളർത്താൻ നോക്കി. അവസാനം നമ്മള് നാട്ടിലെ സുരേഷ് ഗോപി സാറിന്റെ കോണ്ടാക്ട് എടുത്തിട്ട് അവിടെ നിന്നാണ് സാറിന് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട്. മഹേഷ് ചേരുന്നുണ്ട്. മഹേഷ്, തൊഴിൽ തട്ടിപ്പിനിരയായി 6 മലയാളികൾ ഉൾപ്പെടെ 18 ഭാരതീയർ കുടുങ്ങിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ? നിലിമ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, നമുക്ക് ആശ്വാസപരമായ വാർത്ത വരുന്നത് ഇവരെ കുറച്ചു മുൻപേ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞ പോലെ 6 മലയാളികളടക്കം ഏതാണ്ട് 18 പേരാണ്. 18 പേരും 9 തെലങ്കാനയിൽ നിന്നുള്ളവർ. നമ്മൾ കേട്ട ഓഡിയോ സന്ദേശത്തിലുള്ള പോലെ 9 പേര് തെലങ്കാന സ്വദേശികളാണ്, 3 UP സ്വദേശികളും ഉൾപ്പെടെ. ഇവരെ ഏതാണ്ട് 3 മാസം മുൻപാണ് വെൽഡിംഗ് ജോലിക്ക് എന്ന് പറഞ്ഞ് ഒമാനിലെ ഒരു കമ്പനിയിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ആ ഓഡിയോയിൽ കേട്ടതുപോലെ മറ്റ് ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയും ഇവരെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ ഇവരെ ബുദ്ധിമുട്ടിക്കുകയുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുകയും ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ട് ഇവർ എവിടെയാണെന്ന് ഇവരെ ഇന്ത്യൻ എംബസി മുഖാന്തരം ഇവരെ ബന്ധപ്പെടുകയും ഇവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം, ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇവരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വാർത്തകളിൽ. വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ഒമാനിൽ നിന്നും വരുന്നത്. തൊഴിൽ തട്ടിപ്പിനിരയായി 6 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരടക്കം 18 ഭാരതീയർ ഈ തൊഴിൽ തട്ടിപ്പിനിരയായി. അവിടെ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അവരെ സുരക്ഷിതമായി സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന ആശ്വാസകരമായ വാർത്തയാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്.